90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഇതാ വീണ്ടും സംഗീത മഹോത്സവത്തിന് തിരി തെളിയുന്നു. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. റേഡിയോ മീഡിയ വില്ലേജ് 90.8 പ്രസന്റ് മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യെസ്, നമ്മുടെ മത്സരം ഇങ്ങനെ ടൈറ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മത്സരാർത്ഥികളും ആ ഗ്രാൻഡ് ഫിനാലയിലെ ആ ഒരു വിജയ കിരീടത്തിനായിട്ടുള്ള വാശിയേറിയ മത്സരത്തിലാണ്. അടുത്തതായിട്ട് ഈ വേദിയിൽ മാറ്റൊരുക്കാനായി എത്തുന്നു ദേവിക കൃഷ്ണ. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദേവികയെ. ഹലോ ദേവിക. ഹലോ. ഇന്ന് ഏത് പാട്ടാണ് പഠിച്ചിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഓൾഡ് ഈസ് ഗോൾഡിൽ പാടാനായിട്ട്? ഓൾഡ് ഈസ് ഗോൾഡ് റൗണ്ടിലെ ഞാൻ മോഹം കൊണ്ട് ഞാൻ എന്നുള്ള പാട്ടാണ്. നല്ല ചിരിയാ കേട്ടോ. അപ്പൊ ഈ ഒരു ഫുൾ ചിരിയോടെ തന്നെ ഈ സ്റ്റേജിനെ അങ്ങ് അടിപൊളിയാക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. മോഹം കൊണ്ടു ഞാൻ ദൂരെ പൂത്തനാൾ മധു തേടിപ്പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരെ ദോയിണം പൂത്തനാൾ മധു തേടിപ്പോയി. നീലി താഴെ തളിരാ മോഹം
പാട്ട് പാടുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി എൻജോയ് ചെയ്ത് ചിരിച്ചൊക്കെയാണ് ദേവിക്കുട്ടി പാട്ട് പാടിയത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ. അടുത്ത റൗണ്ട് അന്യഭാഷാ റൗണ്ടാണ്. അന്യഭാഷാ റൗണ്ടിൽ ദേവിക്കുട്ടി ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ചിന്ന ചിന്ന ആസെ എന്നുള്ള ചിന്ന ചിന്ന ആസെ. ഓ, അടിപൊളി പാട്ട്. നമ്മുടെ മത്സരാർത്ഥികളെല്ലാം നല്ല സൂപ്പർ പാട്ടാണ് ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്, തകർത്തോളൂ. താങ്ക് യു. சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை. மல்லிகை பூவாய் மாறிவிட ஆசை தென்றலை கண்டு மாலையிட ஆசை மேகங்களை எல்லாம் தொட்டுவிட ஆசை சோகங்களை எல்லாம் விட்டுவிட ஆசை ஆர்வழலுலை கட்டிவிட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை. சேற்று வயலாடி நாற்று நட ஆசை மீன் பிடித்தும் மீண்டும் ஆற்று விட ஆசை வானவிலை கொஞ்சம் உடுத்திக் கொள்ள ஆசை பனித்துளிக்கு நானும் படுத்துக் கொள்ள ஆசை சித்திரத்து மேலே சேலை கட்ட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை
சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை. ദേവിക്കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിന്ന് നോക്കുമ്പോൾ പാടുന്ന കാണാൻ നല്ല രസം കേട്ടോ. അത്രയും എൻജോയ് ചെയ്ത് പാടുന്നതായിട്ടാണ്. അപ്പോൾ ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ട്? ചിന്ന ചിന്ന ആസേ ഞാൻ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് സോങ് ആണിത്. ഫേവറേറ്റ് സോങ് ആണ്. അപ്പോൾ ഈ ഫേവറേറ്റ് സോങ്ങും അതിന് മുമ്പ് പാടിയ പാട്ടും എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് നമ്മുടെ ജഡ്ജസിനോടൊന്ന് ചോദിച്ചാലോ? ചോദിക്കാം. സാർ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ദേവിക്കുട്ടിയുടെ ഈ ഒരു പെർഫോമൻസ്? ഹലോ ദേവിക്കുട്ടി. Yes, sir. ഓക്കെ, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ്. കോൺഫിഡൻസ് നല്ലപോലെ അനുഭവപ്പെടുന്നുണ്ട് പാട്ടിലെ കേട്ടോ. നല്ല അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. Thank you, sir. കൊച്ചു പ്രായത്തിൽ തന്നെ ഇത്ര കോൺഫിഡൻസോടുകൂടി പാടുന്നു. പറഞ്ഞ പോലെ നല്ല പ്ലസൻ്റ് ആയിട്ട് പാടുന്നു. വളരെ മനോഹരമായിരിക്കും. 2 പാട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോഹം കൊണ്ടു ഞാൻ ഓൾഡിലെ ആ പാട്ടല്ലേ പാടിയേ. പിന്നെ ആ പാട്ടിലെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അനുപല്ലവിയിലുള്ള വർണ്ണങ്ങളാൽ എന്നുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ ചരണത്തിലെ രാഗഭാവം എന്നൊക്കെയുള്ള വക്കൾ വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെയൊക്കെ ഒരു ശ്രുതിയുടെ ഒരു സ്ലൈറ്റായിട്ട് ഇങ്ങനെ പാടി അങ്ങ് പോകുമ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് 100% ആയി 100-ൽ 100 ആവും. ആ പാട്ടിൻ്റെ ആ ചില ലൈൻസ് ശ്രുതിയുടെ പ്രശ്നമുള്ളൂ, ലൈറ്റായിട്ട് ഇങ്ങനെ സ്ലിപ്പ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ അനുപല്ലവിയിലും ചരണത്തിലും പിന്നെ ഒന്ന് ശ്രദ്ധിച്ച് പാടുക. അത് എനിക്കൊന്ന് കേട്ട് അതിനോട് ചേർന്ന് പാടുക എന്നുള്ള എനിക്കൊന്ന് ഈ പ്രായത്തിൽ ആ ശ്രുതി എങ്ങനെ അത് ലെവലാക്കാമെന്നുള്ളത് പ്രാക്ടീസിലൂടെ കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചിന്ന ചിന്ന ആസൈ പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനോഹരമായ ഒരു തമിഴ് ഗാനമാണ് റഹ്മാൻ സാറിൻ്റെ പാട്ട്. പ്രത്യേകിച്ച് മലയാളിയായ മിൻമിനി ചേച്ചി പാടിയ പാട്ട്, നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്ത മിൻമിനിക്ക് കൊടുത്ത പാട്ടൊക്കെയാണ്. ഒത്തിരി കഥകളുണ്ട് ആ പാട്ടിന്. വളരെ പിന്നെ ഇങ്ങനെ ശാന്തമായി ഒഴുകുന്ന പാട്ടാണ്. വളരെ വലിയ ഇങ്ങനെ പോവാണ്. ഇതിൻ്റെ അകത്ത് വലിയ വേരിയേഷൻസ് ഒന്നുമില്ല. പക്ഷേ അത് പാട്ടിലൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും ആ ഒരു ഫീല് വരുത്താൻ ഇച്ചിരി പാടാണ്. ഇങ്ങനെ ലെവലിൽ ഇങ്ങനെ പോവാണ്. വലിയ ഏറ്റക്കുറിച്ചിലൊന്നുമില്ല പാട്ടിന്. അതുകൊണ്ടൊരു ശ്രദ്ധിക്കുക. ഈ പാട്ട് എനിക്ക് ഇതേ പറയാനുള്ളൂ, ഈ 2 പാട്ടിലും ശ്രുതി ഒരു ശ്രദ്ധിച്ച് പാടണം കേട്ടോ. ഈ ബഹളത്തിലെ ഓർക്കസ്ട്രയോടെ അല്ല പാടേണ്ടത്, അല്ലാതെ പാടി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ശ്രുതി ക്ലിയർ ആവും. ഈ ഓളത്തിനങ്ങ് പോകുമ്പോൾ ശ്രുതിയൊന്നും ആദ്യം മാറിയാലും ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ തന്നെ പാടുമ്പോഴാണ് ശ്രുതി ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എനിവേ നല്ല രസമായിരുന്നു കേട്ടോ കേൾക്കാനും. ചിരിച്ചോണ്ടൊക്കെ പാടുന്നു, പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സർ. ഓക്കെ, സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഓക്കെ, എന്നാൽ നമുക്ക് ഷൈ സാറിനോടും കൂടി ചോദിക്കാം അല്ലേ? ഷൈ സാർ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പെർഫോമൻസ്? ദേവിക, Yes, sir. ഇവിടെ പറഞ്ഞ പോലെ നല്ല രസമായിരുന്നു പാടുന്ന കാണാനായിട്ട് കേട്ടോ. ചിരിച്ച് സന്തോഷമായിട്ടോ പാടിയത്. Thank you, sir. പിന്നെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളായിട്ട് പറയാനൊന്നുമില്ല. മോഹം കൊണ്ട് ഞാൻ എന്നുള്ള പാട്ടിൻ്റെ ഉച്ചാരണം എനിക്ക് തോന്നുന്നു മലയാളം ഇവിടെ തന്നെയുള്ള ആളാണോ അതോ? അതെ, അതെ. മോളെ ആ പാട്ടൊന്ന് പാടാവും, പല്ലവി ഇത് പാടാം. മോഹം കൊണ്ട് ഞാൻ. മോഹം കൊണ്ടു ഞാൻ ദൂരെ ദൂരം പൂത്തനാൾ മധു തേടിപ്പോയി. മോഹം കൊണ്ട് ഞാൻ എന്ന് പാടി വയ്ക്കേ. മോഹം കൊണ്ടു ഞാൻ, മോഹം കൊണ്ടു ഞാൻ, മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം. നല്ല ഭംഗിയായിട്ട് കേട്ടോ. അക്ഷരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്, അതേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ നമ്മുടെ ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമോ? ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തണം. എത്തണം. അപ്പോൾ റിസൾട്ട് അറിയാനായിട്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും വെയിറ്റ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. റേഡിയോ മീഡിയ വില്ലേജ് 90.8 present മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണിക്കല കല്യാണം.